സർ 13 അവശ്യ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന ഒരു സർക്കാർ ഈ 13 സാധനങ്ങൾക്കും നൽകി വന്നിരുന്ന സബ്സിഡി 55% നിന്ന് 35% കുറച്ച ഒരു സർക്കാരാണ്. അങ്ങനെ സബ്സിഡി 55% നിന്ന് 35% കുറച്ചിട്ട് 50ാം വാർഷികം ആഘോഷിക്കുന്ന ഒരു സർക്കാരാണ് സാർ ഇന്ന് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത്. ഇപ്പൊ മന്ത്രി എന്താ പറഞ്ഞത്? വില വർധനവ് ജനങ്ങളെ ബാധിക്കില്ലെന്നാ പറഞ്ഞത്. സാർ മന്ത്രി പറഞ്ഞത് ശരിയാണ്. കാരണം സപ്ലൈകോയിലെ വില വർധനവ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളെ ബാധിക്കില്ല. കാരണം സപ്ലൈകോയിൽ ഒരു സാധനവും ഇല്ല സാർ. സപ്ലൈകോയിൽ പോയി ആരെങ്കിലും എന്തെങ്കിലും മേടിച്ചാലല്ലേ ഈ വില വർധനവ് ജനങ്ങളെ ബാധിക്കേണ്ട കാര്യമുള്ളൂ. സാർ മാസങ്ങളായിട്ട് സപ്ലൈകോ ഔട്ട്ലെറ്റിൽ പഞ്ചസാരയില്ല, തുവരപ്പരിപ്പില്ല, വൻപയറില്ല. സാർ ഇപ്പൊ യഥാർത്ഥം എന്താണ്? സപ്ലൈ ഇല്ലാത്ത സപ്ലൈകോ ആയി കേരളത്തിലെ ഈ സംവിധാനം മാറി സാർ. സപ്ലൈ ഇല്ലാത്ത സപ്ലൈകോയാണ് സാർ. ഏത് ഔട്ട്ലെറ്റിൽ വേണമെങ്കിലും പോയി നോക്കാം. ഞങ്ങളിത് നേരത്തെ നിയമസഭയിൽ പറഞ്ഞപ്പോൾ മന്ത്രി വെല്ലുവിളിച്ചു, പ്രതിപക്ഷത്തെ വെല്ലുവിളിച്ചു, നമുക്ക് പോയി പരിശോധിക്കാമെന്ന് പറഞ്ഞു. സാർ ഇന്ന് കേരളത്തിൽ ഏത് സപ്ലൈകോ ഔട്ട്ലെറ്റിലും ഏത് മാധ്യമങ്ങൾ പോയി പരിശോധിച്ചാലും അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന റാക്കുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് നിരവധി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പൊ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സാർ 600 കോടിയിലധികം രൂപയാണ് സപ്ലൈകോയ്ക്ക് കുടിശ്ശികയായിട്ട് കൊടുക്കാനുള്ളത്. അതുകൊണ്ട് കരാറുകാരും സഹകരിക്കുന്നില്ല. സപ്ലൈകോ എപ്പോഴും ഇൻഡന്റ് കൊടുക്കും, ടെൻഡർ ക്ഷണിക്കും, ഒരാളും ടെൻഡറിൽ പങ്കെടുക്കാനായിട്ട് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം വകുപ്പിന്റെ ഡിമാൻഡ് ചർച്ചയിൽ പറഞ്ഞെന്താണ്? വകുപ്പിന് ഈ തുക പാസ്സാക്കി തരണമെന്നും പാസ്സാക്കുന്ന തുക സമയത്ത് കിട്ടാനുള്ള നടപടി ഉണ്ടാവണമെന്നും മന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞു കഴിഞ്ഞ ദിവസം. സാർ ഞാൻ അവസാനിപ്പിക്കുകയാണ് സാർ. ഇത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെ, നമ്മുടെ നാട്ടിലെ അമ്മമാരും സ്ത്രീകൾ സാധാരണക്കാരനെ ബാധിക്കുന്ന ഒരു വിഷയമാണ് സാർ. ഞാൻ വേറെ മറ്റൊന്നും പറഞ്ഞു പോകുന്നില്ല. ഇതിവിടെ അല്ലാതെ വേറെ എവിടെ പറയും സാർ? സാർ അതുകൊണ്ട് ഇപ്പോ ഏറ്റവും കൂടുതൽ ഇന്നത്തെ കേരള കൗമുദിയിലെ വാർത്തയാണ് സാർ. പലവ്യഞ്ജനത്തിനും വില കുതിക്കുന്നു ഇടപെടാതെ സർക്കാർ. സപ്ലൈകോയ്ക്ക് കിട്ടാൻ 3500 കോടി രൂപ എന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സാർ. ഇതിൽ സംസ്ഥാന സർക്കാർ സബ്സിഡി വിപണി ഇടപെടലിനായിട്ട് കൊടുക്കാനുള്ളത് 1475 കോടി. കേന്ദ്ര സർക്കാർ നെല്ല് സംഭരണത്തിനായിട്ട് കൊടുക്കാനുള്ളത് 1079 കോടി. സാർ ചേട്ടൻ ബാവയും കൊള്ളാം, അനിയൻ ബാവയും കൊള്ളാം സാർ. അതുപോലെ തന്നെ ഓരോ ഇനത്തിലും സ്കൂൾ ഉച്ചഭക്ഷണത്തിന് കൊടുക്കാനായിട്ടുള്ളത് കുടിശ്ശികയായിട്ട് കൊടുക്കാനുള്ളത് 150 കോടി. സാർ ആ ഹെലികോപ്റ്ററിന് കൊടുക്കുന്ന വാടകയെങ്കിലും സാർ ഈ ഉച്ചഭക്ഷണത്തിന് കൊടുക്കുന്ന ചിലവഴിച്ച തുകയ്ക്കൊന്ന് കൊടുക്കാനായിട്ട് ഈ സർക്കാർ തയ്യാറാവേണ്ടേ സാർ? സാർ അതുപോലെ ഓരോ സാധനങ്ങളും സ്റ്റോക്കില്ല എന്ന വസ്തുതയാണ്. മന്ത്രി പറയുന്നത് ഇപ്പോൾ സപ്ലൈകോയുടെ വരുമാനത്തിൽ ഇടിവുണ്ടായിരിക്കുന്നത് പ്രതിപക്ഷം നിയമസഭയിൽ ഈ വിഷയങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ്. സാർ സപ്ലൈകോയിലെ സ്റ്റോറുകളിൽ സാധനങ്ങൾ ആവശ്യത്തിന് ലഭ്യമായാൽ സാധനങ്ങൾ മേടിക്കാൻ ആളുകൾ അവിടെ കയറും. അപ്പോൾ സാധനങ്ങളില്ലാത്ത സ്റ്റോറുകളിലേക്ക് ആളുകൾ കയറാതെ വരുമ്പോൾ വീണ്ടും അവിടെ വിലയിടിവ് ഉണ്ടാകുകയാണ്. ഇപ്പൊ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സപ്ലൈകോയിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് ജീവനക്കാർക്ക് മാസങ്ങളായിട്ട്, ഞാൻ അവസാനിപ്പിക്കാം സാർ, മാസങ്ങളായിട്ട് ശമ്പളം നൽകുന്നില്ല സാർ. ഓരോ ഔട്ട്ലെറ്റിലും മാസം 6 ലക്ഷം രൂപയുടെ ടാർഗറ്റ് തികഞ്ഞാൽ മാത്രമേ താൽക്കാലിക ജീവനക്കാർക്ക് ദിവസം 575 രൂപ കൂലി കിട്ടുകയുള്ളൂ എന്നാണ് വ്യവസ്ഥ സാർ. ഇപ്പോൾ പല ഔട്ട്ലെറ്റുകളിലും അവിടുത്തെ മാസ വിറ്റുവരവ് എന്ന് പറയുന്നത് 3 ലക്ഷത്തിൽ താഴെയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ 3 തൊഴിലാളികളുള്ള ഒരു സപ്ലൈകോയിൽ അവർക്ക് ആകെ കൊടുക്കുന്ന ശമ്പളം 24 ദിവസം പണിയെടുത്താൽ ആകെ കൊടുക്കുന്നത് 13,800 രൂപയാണ് സാർ. അത് 3 ആയിട്ട് വീതിച്ചെടുത്താൽ ഒരാൾക്ക് കിട്ടുന്നത് മാസം കിട്ടുന്നത് 4,600 രൂപ മാത്രം. എന്ന് പറഞ്ഞാൽ സപ്ലൈകോയിൽ താൽക്കാലികമായി പണിയെടുക്കുന്ന ഒരു സാധാരണ ജീവനക്കാരന് ഒരു ദിവസം കിട്ടുന്ന ശരാശരി കൂലി എന്ന് പറയുന്നത് 167 രൂപ മാത്രമാണ് സാർ. സാർ 167 രൂപയ്ക്ക് ദിവസക്കൂലി വേതനത്തിൽ സപ്ലൈകോയിൽ തൊഴിലെടുക്കേണ്ടി വരുന്ന സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികൾ, ആ തൊഴിലാളികളുടെ ദുരവസ്ഥ ഈ സർക്കാർ കാണുന്നില്ലേ സാർ? ആ ദുരവസ്ഥയിൽ നിന്നുകൊണ്ടാണ് സാർ ഈ വർഷം ഇത് 50ാം വർഷം ആഘോഷിക്കുന്ന സപ്ലൈകോയുടെ 50ാം വർഷം ഈ സർക്കാർ ആഘോഷിക്കുന്നത്. സാർ കോവിഡ് കാലത്ത് സൗജന്യ വിതരണത്തിന് കിറ്റ് നിറച്ചു തന്ന ഈ സാധാരണക്കാരായിട്ടുള്ള ജീവനക്കാരുടെ ദുരിതം കാണാതെ ഈ സർക്കാർ പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് സാർ. ഞാൻ അവസാനിപ്പിക്കുകയാണ് സാർ. ഈ വിലക്കയറ്റം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ആരെയാണ് സാർ? സാർ ഇത്തരം വിലക്കയറ്റം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, ദിവസ കൂലിക്ക് പണിയെടുക്കുന്ന തൊഴിലാളികൾ, ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, ഇങ്ങനെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ജീവിതം അവർ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായിട്ട് പ്രയാസപ്പെടുകയാണ് സാർ. അവരുടെ പർച്ചേസിംഗ് പവർ കൂട്ടാൻ ഇങ്ങനെ ജനങ്ങൾ പൊറുതിമുട്ടുമ്പോൾ അവരുടെ പർച്ചേസിംഗ് പവർ കൂട്ടാനുള്ള എന്തെങ്കിലും നടപടി സർക്കാർ സ്വീകരിക്കണ്ടേ? സർക്കാർ അവർക്ക് കൊടുക്കാനുള്ള ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല. 6 മാസമായിട്ട് ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ്. ക്ഷേമനിധി ബോർഡുകളിലെ പെൻഷനുകൾ വർഷത്തിലധികമായിട്ട് കുടിശ്ശികയിലാണ്. സർക്കാർ ജീവനക്കാർക്ക് അവർക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക, പെൻഷൻകാർക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക കൊടുത്തു തീർക്കുന്നില്ല. അങ്ങനെ ഒരു വശത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിക്കുന്നു, മറുവശത്ത് സർക്കാർ തന്നെ ജനങ്ങൾക്ക് അവരുടെ പർച്ചേസിംഗ് പവർ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ കൊടുക്കേണ്ടുന്ന കുടിശ്ശിക പോലും കൊടുക്കാത്ത അവസ്ഥ. അങ്ങനെ ഒരു വശത്ത് സർക്കാരിന്റെ വരുത്തിയിരിക്കുന്ന കുടിശ്ശികയുടെ ദുരിതം ജനങ്ങൾ അനുഭവിക്കുമ്പോൾ മറുവശത്ത് വിലക്കയറ്റം കൊണ്ടും ജനം പൊറുതിമുട്ടുകയാണ്. ഒരു കാരണവശാലും ഇന്ന് ഈ നാട്ടിൽ സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക്
നിലയ്ക്ക് ഈ സംസ്ഥാനം അവന്റെ നിത്യജീവിതം മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനെതിരെ കണ്ണടച്ച് നിൽക്കുന്ന ഒരു സർക്കാരാണ്. കേവലം ആഘോഷം നടത്തിയത് കൊണ്ട് മാത്രം ജനങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമാവില്ല സാർ. ഈ ഗുരുതരമായിട്ടുള്ള വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം സാർ.